ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ടൗണിൽ പോകാം, അതായത് തളിപ്പറമ്പ് ടൗണിലൊന്ന് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയൊക്കെയാണ്. പക്ഷേ മിക്കവാറും ടൗണിലെത്തുമ്പോൾ ഉച്ചയാവും കേട്ടോ. കാരണം 2-3 സൈറ്റിൽ കയറി മെഷർമെൻറ്റ്സ് എടുക്കാനോ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ ആദ്യത്തെ സൈറ്റായ മാങ്ങാട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ട്. മാങ്ങാട്ടാണ് ഫസ്റ്റ് സൈറ്റ് വരുന്നത്. അവിടെ കയറിയതിന് ശേഷം എന്തോ കാര്യമായിട്ട് നോക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. മെഷർമെൻറ്റ്സ് അവിടെ നിന്ന് എടുക്കണ്ട, അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് അൺബോക്സ് ചെയ്തിട്ട് ഇട്ടിട്ടും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതതിന് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ നമ്മൾ നമ്പർ കിട്ടാൻ വേണ്ടി, അതായത് കംപ്ലീഷൻ പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് അളക്കുന്ന വീഡിയോ ഒന്നും ഇങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നില്ല, കാരണം നമ്മൾ രണ്ടാളാണല്ലോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കേണ്ട ആൾ ഞാനാണല്ലോ. അപ്പോൾ ധൻഷു ബേബീനും കൊണ്ട് ഒരു വിധത്തിലാണ് നമ്മളത് അളന്നെടുത്തേക്കുന്നത്. ഇവിടെ മൊത്തം പണിക്കാറും ഉണ്ട് കേട്ടോ. അതിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ധൻഷു ബേബീനെ നന്നായിട്ട് കെയറും കൂടെ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് മെഷർമെൻറ്റ്സും എടുക്കണം. ധൻഷു ഫുള്ള് നല്ല ഹാപ്പി ആയിരുന്നു തോന്നുന്നു, കാരണം അവിടുത്തെ ഒച്ചപ്പാട് ഇതൊക്കെ കേൾക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. കാരണം പണിക്കാർ ഇഷ്ടംപോലെ ഓരോരോ ഭാഗത്ത് പണിക്കാരാണ് ഓരോരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തോ ഈ സൈറ്റിൽ വന്നിട്ട്. അപ്പോൾ അവിടുത്തെ മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ടൗണിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട് എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ, ഗുൽമോഹർ. അതിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. ടൗണിലോട്ട് പോകുമ്പോൾ നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന കാഴ്ചയായിരിക്കും. ഇപ്പോഴിത് നല്ല അടിപൊളിയാണ് ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ടാണല്ലേ, പ്രത്യേക സ്റ്റൈലുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തളിപ്പറമ്പ് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഒരു അമ്പലത്തിൻ്റെ അളവെടുക്കാനാണ് കേട്ടോ. തളിപ്പറമ്പ് ഈ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഒരു ചെറിയൊരു മെഷർമെൻറ്റ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സമയത്തും സ്ത്രീകളെ കടത്തി വിടുന്നില്ല, അതിന് പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, അതായത് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തൊഴാൻ വേണ്ടി കയറാൻ വേണ്ടി പറ്റത്തില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ കയറാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് മാത്രമാണ് ഉള്ളിൽ കയറി മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ധൻഷു ബേബി ആണെങ്കിൽ എല്ലായിടത്തും പൈസ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിട്ട് അപ്പോൾ അത് നമ്മൾ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി പറ്റൂല കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ധൻഷു ബേബി ഇവിടെയൊക്കെയുള്ള ഭണ്ണാരത്തിൽ പൈസയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര ഇഷ്ടമാണ് ഭണ്ണാരത്തിൽ ഇതുപോലെ പൈസ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് പൈസയൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കൈയിൽ. ഇവിടെ യക്ഷിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെയറുണ്ട്, അവിടെ ഇരിക്കാന്ന് കരുതിയിട്ട് പോയതാണ്. പക്ഷേ ധൻഷു ബേബി അടങ്ങിയിരിക്കുന്നേ ഉണ്ടായിട്ടില്ല. അവനിങ്ങനെ ഓടിക്കളിക്കാട്ടോ, ഫുള്ളായിട്ട് ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഹസ്ബൻഡ് വന്ന് ഇനി അതിന് നമുക്ക് ശേഷം നമുക്ക് വേണ്ടത് ഒരു വീട്ടിൽ ചെറിയൊരു മെഷർമെൻറ്റ് എടുക്കാനാണ്. ഇപ്പോൾ കണ്ട വീടാണ് കേട്ടോ. അവിടുന്ന് മെഷർമെൻറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് അതൊന്നും ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല വിശപ്പുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് വരാം. കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ വീണ്ടും തിരിച്ച് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫാനിൻ്റെ മണ്ടയ്ക്ക് മാറാൻ വേണ്ടി തോന്നുന്നില്ല കേട്ടോ. ധൻഷു ബേബി ഇതാ കഷ്ടപ്പെട്ട് ഡോറൊക്കെ തള്ളി തുറക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ രാവിലെ മേടിച്ച കൊറിയർ ഉണ്ടല്ലോ, അതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഓൾറെഡി ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എങ്കിലും വീഡിയോ മുന്നേ എടുത്ത് വെച്ചതാണല്ലോ, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അൺബോക്സിങ് ആണ് കേട്ടോ. എനിക്കൊരു സാധനം ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും, പെട്ടെന്ന് തന്നെ തുറന്നെടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഓഫീസിൽ എത്തിയ ഉടനെ ഒന്ന് ഫ്രീ ആയപ്പോൾ തന്നെ അത് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. അതിന് ശേഷം ധൻഷു നൈസായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അവർ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ചെറിയൊരു ബെഞ്ച്, അതിൽ ഞാൻ അവനെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഹസ്ബൻഡ് അവിടെ നിന്ന് പ്ലാനും കാര്യങ്ങളും സെറ്റാക്കുന്നതാണ് ഉണ്ടായത്. അതിനിടയ്ക്ക് ഞാൻ ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ധൻഷു ബേബി എണീച്ചിട്ടുണ്ട്.
വീണ്ടും അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൻഷുവിന് ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ. ധൻഷുവിൻ്റെ ഷൂ 2 ഉള്ളത്, അത് ചെറുതായിട്ട് മണ്ണൊക്കെ പിടിച്ച് അത്യാവശ്യം മോശമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് മേടിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ധൻഷുവിന് ഷൂ മേടിക്കുന്ന സ്ഥിരം പ്ലേസാണ് ഷൂബിഡു എന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പിൽ. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് കാണിക്കുന്നതാണ്. ധൻഷുവിന് ഇഷ്ടപ്പെട്ട ഷൂ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവനോട് ചോദിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് സെലക്ട് ചെയ്തത്. ഇതാണ് നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇഷ്ടമായിനാ? സൂപ്പർ. ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതാ കുറച്ചധികം കളക്ഷൻസ് ഒക്കെ താഴെയുണ്ട് വലിയവർക്കുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്നൊക്കെ. പിന്നെ നമ്മൾ വന്നത് ഒരു ഗേൾ ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കാനാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ധൻഷുവിനുള്ളൊരു മെയിൻ പരിപാടിയാണ്. പണ്ടൊക്കെ അവന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇപ്പം നടക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇതല്ല, ഇതിനപ്പുറത്ത് കാണുന്ന ഡ്രസ്സാണ് കേട്ടോ. അതായത് പിങ്ക്, വൈറ്റ്, ഗ്രീനൊക്കെ വരുന്നത് നല്ലൊരു മോഡലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ആ ഒരു ഡ്രസ്സ്. അതിന് ശേഷം എനിക്കൊരു ഷോളും പാൻറ്റും മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ അപ്പോൾ കിട്ടുന്നില്ല. ആ ഒരു റെഡ് കളർ നേരത്തെ ഞാൻ കാണിച്ച ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതാണ് വേണ്ടത്. ഭയങ്കര നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതുപോലത്തെ ഒരു ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ പോയത് ഇവിടത്തേക്കാണ്. ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതിയിട്ട് ഐസ്ക്രീം പാർലറിൽ കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്തിനാ വന്നേ? വാനില, എൻ്റെ ഫേവറേറ്റ് വാനില. എനിക്ക് ഇത് മതി. ഫേവറേറ്റ് ആണ്. എനിക്ക് അധികം ഐസ്ക്രീമിൽ ഇത് ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഐസ്ക്രീമാണ് എപ്പോഴും കഴിക്കാൻ ഇഷ്ടം. ഇങ്ങനത്തത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് ഷോപ്പിലെത്തിയപ്പോൾ നല്ല 8ൻ്റെ പണി കിട്ടി. കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിനൊരു പ്ലാൻ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നമ്മളൊരു 1/4 മണിക്കൂർ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കറണ്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ പണി കിട്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് നമുക്കിനി പോകണം കേട്ടോ വീട്ടിലേക്ക്. വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മഴ ഉണ്ട്. അതുകൊണ്ട് നല്ല സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ടെൻഷൻ നോക്കി നടക്ക്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ നേരെ ധർമ്മശാലയ്ക്ക് വിടുകയാണ്. അതായത് ഇവർ 2 പേരുടെയും മുടി ഒന്ന് കട്ട് ചെയ്യണം, ഹെയർ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു വട്ടം ഇവിടുന്ന് മുടി മുറിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നീട് സ്ഥിരം ഇവിടെ തന്നെയാണ് വരാറുള്ളത്. ധൻഷു ബേബി ആണെങ്കിൽ എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാവുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മുടി മുറിച്ച് അതിന് ശേഷം അവൻ്റെ അച്ഛൻ്റെ മുടിയും കൂടെ മുറിച്ച് ആ ഒരു ഗ്യാപ്പിൽ ധൻഷു ബേബി നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോയുമായിട്ട് അവിടെ അവൻ നല്ല കട്ട ഫ്രണ്ട്സായിരുന്നു. അവരെന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവനങ്ങനെയാണ് പെട്ടെന്ന് എല്ലാവരോടും കമ്പനി ആവുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ വലിയപുരയിൽ ഹൗസിലോട്ടേക്കാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.